വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ അധ്യായത്തിലെ 34-ാം വചനത്തിൽ അള്ളാഹു നമുക്ക് ന്യായവിധി ദിവസത്തിൻ്റെ ഭയാനകമായ ഒരു കാഴ്ചയെക്കുറിച്ചാണ് നൽകുന്നത്. സത്യനിഷേധികൾ നരകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് ചോദിക്കപ്പെടും, ഇത് സത്യം തന്നെയല്ലേ എന്ന്. അവർ പറയും, അതെ, ഞങ്ങളുടെ രക്ഷിതാവിനെ തന്നെയാണ്. അവൻ പറയും, എങ്കിൽ നിങ്ങൾ അവിശ്വസിച്ചിരുന്നതിൻ്റെ ഫലമായി ശിക്ഷ അനുഭവിക്കൂ എന്ന്. ഈ ആയത്ത് അള്ളാഹുവിൻ്റെ നീതിയെയും സത്യത്തെയും തള്ളിപ്പറയുന്നവരുടെ അന്തിമസ്ഥിതിയെയും കുറിച്ചുള്ള ഒരു സൂക്ഷ്മചിന്തയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രാരംഭഘട്ടത്തിൽ ഖുറൈശി കൂട്ടം മക്കയിലെ മുസ്ലിങ്ങൾക്ക് കടുത്ത ഉപദ്രവങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ ഖിയാമത്ത് നാളിൻ്റെ യാഥാർത്ഥ്യം വിശദീകരിക്കുമ്പോൾ അവർ അവയെ പരിഹസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം അവിശ്വാസികൾക്കുള്ള മുന്നറിയിപ്പായി ഈ ആയത്ത് അവതരിച്ചത്. മരണാന്തര ജീവിതം, നരകശിക്ഷ എന്നിവയെ അവഹേളിക്കുന്നവർക്കുള്ള ഒരു കടുത്ത ഓർമ്മപ്പെടുത്തലാണിത്. മനുഷ്യരിൽ ഓരോരുത്തർക്കും സത്യത്തെ കണ്ടെത്താനും അതനുസരിച്ച് ജീവിക്കാനും ആവശ്യമുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. ഇത് സത്യമാണോ എന്നുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം ആ അവസരങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഖുർആൻ, പ്രവാചകന്റെ ഉപദേശങ്ങൾ, പ്രകൃതിയിലുണ്ടായിരിക്കുന്ന അടയാളങ്ങൾ എല്ലാം സത്യത്തെ തിരിച്ചറിയാനുള്ള വഴികളാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയാണ് അള്ളാഹു സത്യം തിരിച്ചറിയാനുള്ള ഒരു പ്രകാശം വച്ചിരിക്കുന്നത്. എന്നാൽ പലരും ആ വിളിയെ അവഗണിക്കുന്നു. അള്ളാഹു ആരെയും ബലം പ്രയോഗിച്ച് വിശ്വാസിയാക്കുന്നില്ല. വിശ്വാസവും അവിശ്വാസവും ഓരോ വ്യക്തിയുടെ ചിന്തയും തീരുമാനവുമാണ്. ചിലർ തങ്ങളുടെ മിഥ്യാഭിമാനവും ഈ ലോകത്തിൻ്റെ താൽപ്പര്യങ്ങളും കാരണമായി സത്യത്തെ നിരസിക്കുന്നു. അവർ അള്ളാഹുവിൻ്റെ പ്രബോധനത്തെ പരിഹസിച്ചു. അവരുടെ അഭിമാനം അവരുടെ കണ്ണുകളെ മറച്ചു. അവകാശങ്ങൾ, ആധിപത്യങ്ങൾ എന്നിവയെ അവർക്ക് സത്യത്തിനുപരി പ്രാധാന്യം നൽകി. അവർ ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയപ്പോൾ അവരുടെ ആത്മാവ് ആ സത്യം സമ്മതിക്കേണ്ടി വരും. പക്ഷേ അതിന് അന്ന് യാതൊരു ഗുണവുമില്ല. എങ്കിൽ നിങ്ങൾ അവിശ്വസിച്ചിരുന്നതിൻ്റെ ഫലമായി ശിക്ഷ അനുഭവിക്കൂ എന്നാണ് പറയുന്നത്. അതായത് സത്യത്തെ നിരസിച്ചവർക്കായിരിക്കും അതിൻ്റെ കനത്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന്. അള്ളാഹുവിൻ്റെ നിയമം വെറും ഒരു ഭീഷണിയല്ല, അത് യാഥാർത്ഥ്യമാണ്. ഓരോ വ്യക്തിക്കും അവൻ ചെയ്തതിന് തക്കതായ ഫലമേ ലഭിക്കുകയുള്ളൂ. സത്യത്തെ നോക്കി നിൽക്കാതെ അതിനെ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണം. ലോകത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കൊപ്പം ചേർന്ന് ദൈവസത്യത്തെ അവഗണിക്കരുത്. താൽക്കാലികമായ മിഥ്യാഭിമാനവും ആനന്ദവും നോക്കി വേദസത്യത്തിൽ നിന്നും പിന്മാറരുത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും പരലോകത്ത് മറുപടി പറയേണ്ടി വരുമെന്ന് തിരിച്ചറിയുകയും വേണം. സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മെ ഒരു തവണ കൂടി ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു അതിയായ നീതിമാനാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റിദ്ധാരണകളും സത്യത്തെ ഉപേക്ഷിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്കും കൂടി അവർക്ക് വിധിക്കപ്പെട്ട ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവേ, ഞങ്ങളെ സത്യത്തോട് ചേർത്ത് പിടിപ്പിക്കണമേ. നിൻ്റെ വചനങ്ങളെ തള്ളിപ്പറയുന്നവരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. തീർച്ചയായും നീ അതിയായ കാരുണ്യവാനാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.